ജിയോ ബേബി സിനിമകൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ അദ്ദേഹം സംസാരിക്കുന്ന വിഷയങ്ങളാണ്. പൊളിറ്റിക്കലി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ് അദ്ദേഹം സിനിമകളിലൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. വളരെ ചുരുക്കം ഫിലിം മേക്കേഴ്സ് മാത്രമാണ് ഇത്തരത്തിൽ മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എനിക്കിഷ്ടമുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഒരു മെസ്സേജ് അല്ല, ഒന്നിലധികം കാര്യങ്ങൾ, ഒന്നിലധികം ഡിസ്കസ് ചെയ്യപ്പെടേണ്ട, നമ്മുടെ ശ്രദ്ധയിൽപ്പെടേണ്ട കാര്യങ്ങൾ അദ്ദേഹം കൊണ്ടുവരും. ഇതെല്ലാം ഈ സിനിമയിൽ കൊണ്ടുവരുമ്പോഴും നമുക്കൊരു ഏച്ചുകെട്ടലായിട്ട് ഫീൽ ചെയ്യില്ല. ഇത്രയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള ചർച്ച ചെയ്യപ്പെടേണ്ട ടോപ്പിക്സ് വരുമ്പോൾ പോലും അത് ആ സിനിമയുമായിട്ട് എത്ര മനോഹരമായിട്ട് ബ്ലെൻഡ് ചെയ്തു പോകും. അത്തരത്തിലൊരു സീൻ എനിക്ക് കാതൽ എന്ന് പറയുന്ന സിനിമയിൽ നിന്ന് തോന്നിയത് കോടതിയുടെ മുറ്റത്ത് ഇരിക്കുന്ന, കോടതിയുടെ പുറത്ത് ഒരു കടയുടെ ഫ്രണ്ടിലിരിക്കുന്ന ഒരു അമ്മയും കുഞ്ഞു കരച്ചിലാണ്. അപ്പോൾ ആ അമ്മയുടെ കയ്യിലേക്ക് പാൽക്കുപ്പി കൊണ്ടു കൊടുക്കുന്ന ആ കുട്ടിയുടെ അച്ഛൻ, അതിനുശേഷം പുള്ളി അങ്ങോട്ട് മാറിയിരിക്കുകയാണ്. ആ ഒരു ഷോട്ട് എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. ഒരു വലിയൊരു കഥ തന്നെ ആ ഒരൊറ്റ ഷോട്ടിലൂടെ നമ്മളോട് പറയുന്നുണ്ട്. നമ്മളൊരു കോടതിയുടെ ഫ്രണ്ടിലേക്ക് പോയിരുന്ന, പ്രത്യേകിച്ച് കുടുംബ കോടതിയുടെ ഫ്രണ്ടിൽ പോയിരുന്ന അത്തരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് കഥകൾ നമ്മുടെ മുന്നിലേക്ക് വരും. ഈ സിനിമ ചർച്ച ചെയ്യുന്നത് ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങളെക്കുറിച്ചാണ്. പക്ഷേ അത് പറയുമ്പോൾ തന്നെയും ആ സിനിമയിൽ പറയാതെ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് പോരുന്ന ചില തെറ്റായ ചിന്താഗതികളുണ്ട്. ഉദാഹരണത്തിന് വിവാഹം കഴിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാവുമെന്നുള്ളൊരു ചിന്ത. അത്തരത്തിൽ വിവാഹം കഴിപ്പിച്ചു വിടുമ്പോൾ പലപ്പോഴും ബലിയാടാവുന്നത് പെൺകുട്ടികളാണ്. അപ്പോൾ അതിനെയും ഈ സിനിമ വളരെ മനോഹരമായിട്ട് കാണിക്കുന്നുണ്ട്. സോ ഈ തീം എടുത്തതിനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്. ഈ തീമിനെ ചുമ്മാ എടുത്ത് ഒരിടത്ത് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു, അങ്ങനെയല്ല ഇത് വരുന്നത്. ആൻഡ് അത് മനോഹരമായിട്ട്, വളരെ മനോഹരമായിട്ട് സെറ്റാക്കി വെച്ചിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സ്ക്രിപ്റ്റാണത്. ഡയറക്ഷനും റൈറ്റിങ്ങും മാത്രമല്ല, ഇതിൻ്റെ അകത്തുള്ള വർക്ക് ചെയ്തിട്ടുള്ള ഓരോ ആൾക്കാരും, ഇതിൻ്റെ കംപ്ലീറ്റ് ക്രൂ ഇതിൻ്റെ അകത്ത് അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. ഒരു ആർട്ടിസ്റ്റിക് ലെവലിൽ നോക്കുമ്പോൾ പോലും എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ഓരോ ഫ്രെയിമും എത്ര മനോഹരമായിട്ടാണ് അവർ എടുത്തിരിക്കുന്നതെന്നാണ്. അതേപോലെ തന്നെ ബ്യൂട്ടിഫുള്ളാണ് ഇതിൻ്റെ മ്യൂസിക്. കറക്റ്റ് ഒരു ബ്ലെൻഡിങ് ഓഫ് സൈലൻസ് ആൻഡ് മ്യൂസിക്, അതാണ് ഈ സിനിമയിൽ ഞാൻ കണ്ടത്. ആൻഡ് ഇറ്റ് വാസ് പെർഫെക്റ്റ്. പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ മമ്മൂക്കയുടെ പെർഫോമൻസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. മമ്മൂക്ക അല്ലാതെ മറ്റൊരു നടൻ ഇന്ന് ഈ മലയാളത്തിൽ ഈ ഒരു ക്യാരക്ടർ ചെയ്യാനിട്ടില്ല എന്ന് ഇതിൻ്റെ ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ചുമ്മാ തള്ളിയതായിരിക്കും. ബിക്കോസ് മറ്റൊന്നും കൊണ്ടല്ല, മമ്മൂക്ക ഈ ഒരു റോള് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർ ഇത് സ്വീകരിക്കും. മറ്റൊരു ആക്ടർ ഇത് പെർഫോം ചെയ്യുമ്പോൾ അത്ര സ്വീകരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. സോ അതുകൊണ്ട് പറഞ്ഞതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി അതിനോട് യോജിക്കുന്നു. ബിക്കോസ് ആ ഒരു ക്യാരക്ടറിനെ മമ്മൂക്ക പെർഫോം ചെയ്തു വെച്ചിരിക്കുന്ന ലെവൽ അത് വർണ്ണിക്കാൻ പറ്റാത്തതിനും അപ്പുറത്താണ്. ക്ലൈമാക്സ് വരെ മമ്മൂക്ക ആ ക്യാരക്ടറിനെ കൊണ്ടുപോകുന്നൊരു രീതിയുണ്ട്. ആ ഒരു ക്യാരക്ടറുടെ ഓരോരോ മൂവ്മെൻറ്റ്, ആ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ, ആ കഥാപാത്രത്തിൻ്റെ പരുങ്ങലുകൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞ് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഒരു എങ്ങനെയത് പറയാൻ പറ്റില്ല, അത്രയും ഒരു ഹെവി പെർഫോമൻസിലേക്കാണ് അദ്ദേഹം അത് കൊണ്ടെത്തിക്കുന്നത്. ഇത് ചെയ്യാൻ ഇന്ന് ഈ മലയാളത്തിൽ വേറെ നടനില്ല. പിന്നെ അതുപോലെ തന്നെ ഈ സിനിമയിലുള്ള ഓരോ ആൾക്കാരും, ഓരോ കഥാപാത്രങ്ങളും ശരിക്കും പറഞ്ഞാൽ പേരെടുത്ത് നമ്മൾ അഭിനന്ദിക്കണം. അത്ര നന്നായിട്ട് എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്. മമ്മൂക്ക കഴിഞ്ഞിട്ട് ഏതായാലും കലാഭവൻ ഹനീഫിനെ കുറിച്ച് തന്നെയാണ് എനിക്ക് പറയാൻ ആഗ്രഹമുള്ളത്. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ വിയോഗം, അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു ബസ് പെർഫോമൻസ് ഹെവി ആക്കി കളഞ്ഞത്. എങ്ങനെ പറയാം, ജഡ്ജിൻ്റെ ആ ഒരു സംഭവങ്ങൾ, മാനറിസംസ് കീപ്പ് ചെയ്തുകൊണ്ട് ഹി വാസ് ഗുഡ്. ടു അങ്ങ് റിജിഡ് അല്ല. ഒരു കുടുംബ കോടതിയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ജഡ്ജിനെ കാണുമ്പോൾ എങ്ങനെ ഇരിക്കും, ആ ഒരു മാനറിസംസ് ക്യാപ്ചർ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ അദ്ദേഹം ആ ഒരു കഥാപാത്രത്തിനെ മനോഹരമാക്കിയിട്ടുണ്ട്. എനിക്ക് തിയേറ്ററിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് ശരിക്കും മിസ് ചെയ്തൊരു കാര്യമാണ് ഈ സിനിമയിലെ ഓരോരുത്തരുടെയും പെർഫോമൻസും. ആക്ച്വലി എല്ലാവരെയും പേരെടുത്ത് പറയണം. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഞാൻ നോക്കിയിട്ട് പറയാം. സുധി കോഴിക്കോട്, അദ്ദേഹത്തിനെ ശരിക്കും എടുത്ത് പറയണം. ബിക്കോസ് അദ്ദേഹം എന്താ പറയുക, മമ്മൂക്ക ഈ റോള് ചെയ്തപ്പോൾ എല്ലാവരും എത്രത്തോളം അഭിനന്ദിച്ചോ അതേപോലെ തന്നെ അഭിനന്ദിക്കേണ്ട ഒരാളാണ് സുധി. അദ്ദേഹം ഈ ക്യാരക്ടർ തിരഞ്ഞെടുത്തു. അതുപോലെ തന്നെ അത് വളരെ മനോഹരമായിട്ട്, പ്രത്യേകിച്ച് കാറിലിരുന്ന് അദ്ദേഹം പോകുന്നൊരു സീനുണ്ട്. ആ ഒരു ടൈമിൽ കഥാപാത്രത്തിൻ്റെ ഫീല് നമ്മൾ പ്രേക്ഷകൻ്റെ ഉള്ളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ ജ്യോതിക ആസ് യൂഷ്വൽ എ വെരി ഗുഡ് പെർഫോമൻസ് ആയിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ പൂജ മോഹൻരാജ്, അഡ്വക്കേറ്റ്സായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്ന മുത്തുമണി, ചിന്നു ചാന്ദിനി, മകളായിട്ട് അഭിനയിച്ച അനഘാരവി, അങ്ങനെ എല്ലാവരും മികച്ച പെർഫോമൻസ് തന്നെയാണ് നൽകിയത്. മമ്മൂക്കയുടെ ഫാദറായിട്ട് അഭിനയിച്ച RS പണിക്കർ, അദ്ദേഹം എന്താ പറയുക, ഈ ഇടയായിട്ട് അത്യാവശ്യം ഏജായിട്ടുള്ള ആൾക്കാർ സിനിമകളിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അവാർഡിന്
അർഹത നേടുന്ന തരത്തിലുള്ള പെർഫോമൻസാണ് അവരെല്ലാവരും കാഴ്ചവെക്കുന്നത്. പലപ്പോഴും നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു രീതിയാണ് പയ്യന്മാർക്ക്, പ്രത്യേകിച്ച് പയ്യന്മാർക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഉടനെ പറയുന്നത് വിവാഹം കഴിപ്പിക്കാം, കല്യാണം കഴിച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാവുമെന്നാണ്. ഈവൻ മാനസിക രോഗമുള്ളവരെ പോലും അങ്ങനെ വിവാഹം കഴിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള നാട് തന്നെയാണ് നമ്മുടെ. പക്ഷേ ഇതിലൊക്കെ ബലിയാടാകേണ്ടി വരുന്നത് പലപ്പോഴും പെൺകുട്ടികളാണ്. അതുപോലെ തന്നെയാണ് LGBTQ കമ്മ്യൂണിറ്റി. അവർ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. തങ്ങളുടെ അതേ സെക്സിൽ തന്നെ പെട്ട ഒരാളോട് പ്രണയം തോന്നുക, ഇഷ്ടം തോന്നുക എന്ന് പറയുന്നൊരു കാര്യം നോർമലൈസ് ചെയ്യപ്പെടാത്തടത്തോളം കാലം നമ്മുടെ നാട്ടിൽ അവർ ഇപ്പോഴും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ അതിനോടുള്ള സമീപനത്തിൽ കുറേയൊക്കെ മാറ്റം വരുന്നു എന്നുള്ളൊരു കാര്യം വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ സിനിമ ചർച്ച ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡൈവോഴ്സിനെ പറ്റി കൂടിയാണ്. വളരെ ഭയങ്കര ഒരു പ്രശ്നമുള്ളൊരു സംഭവമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പക്ഷേ അതല്ല, അത് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കാവുന്ന ഒരു കാര്യമാണെന്നും അതുകൊണ്ട് റിലേഷൻഷിപ്പിന് മോശമൊന്നും വരാനില്ല എന്നുള്ളൊരു കാര്യവും ഈ സിനിമ കൺവേ ചെയ്യുന്നുണ്ട്. അതും ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ. സോ ഓൾ ഇൻ ഓൾ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാം കൊണ്ടും ഈ സിനിമ നൽകുന്ന മെസ്സേജ് കൊണ്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു മേക്കിംഗ് ക്വാളിറ്റി കൊണ്ടും എല്ലാം കൊണ്ടും സിനിമ ഈസ് എ ടോപ്പ് നോച്ച് വർക്ക്. മൈ റേറ്റിംഗ് ഫോർ കാതൽ ദി കോർ ഈസ് 10 out of 10. സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.